Good morning, guys. So today is my 20th day of challenge. ഞാൻ ഇന്ന് 20ാമത്തെ ദിവസമാണ്. സോ 20 days ആയി ഞാൻ ഈ ചലഞ്ച് തുടങ്ങിയിട്ട്. ഐ എം സോ ഹാപ്പി. കാരണം ഇത്രയും ദിവസം ഈ ഒരു ചലഞ്ച് കൊണ്ടുപോകാമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് നോട്ട് ഈസി. കാരണം ഞാൻ മിക്കപ്പോഴും ഞാൻ നേരത്തെ കിടക്കണം എന്നൊക്കെ വിചാരിക്കും, ഒരു 9:30-10 മണിയാകുമ്പോൾ. പക്ഷേ നമുക്കത് നടക്കത്തില്ല. കാരണം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒന്ന് എഡിറ്റ് ചെയ്ത് എല്ലാം അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ തന്നെ 8 മണി 8:30 പിന്നെ നമ്മളുടെ കാര്യങ്ങൾ പഠിക്കുന്നതാണെങ്കിലും ഫുഡ് കഴിക്കുന്നതാണെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്ത് വരുമ്പോഴത്തേക്ക് താമസിക്കും. എന്നിട്ട് താമസിച്ച് കിടന്നിട്ട് നമ്മൾ ആ ഒരു 5:30 ഒക്കെ ആകുമ്പോൾ എണീക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് അതൊരു ടാസ്ക് ആണ്. പക്ഷേ നമ്മളതൊരു ആദ്യത്തെ കുറേ ദിവസം നമ്മളത് ശീലമാക്കി എടുക്കുമ്പോഴാണ് പിന്നെ നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ എഴുന്നേറ്റതിനേക്കാൾ വളരെ 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 നേരത്തെയുള്ള സമയത്താണ് ഞാനിപ്പോൾ എണീക്കുന്നത്. ഒരു 5:30, 5:20, 5:30 എന്നൊക്കെ പറയുന്നത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുള്ള സമയങ്ങളായിരുന്നു. ബട്ട് ഇപ്പോൾ ഐ എം സോ ഹാപ്പി. ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തതിന് തന്നെ ഹാപ്പിയാണ് ഞാൻ. സോ 20ാമത്തെ ദിവസമാണ് ഇന്ന്. ഇനി 10 ദിവസം കൂടിയാണ് നമുക്ക് നമ്മുടെ ചലഞ്ചിന് ബാക്കിയുള്ളത്. സോ നമുക്ക് ഇനി ഭയങ്കര സന്തോഷമുണ്ട്, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു ഇത്രയും ദിവസം കൊണ്ടുപോകാൻ പറ്റിയത്. സോ ഇനി നമ്മൾ നേരെ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ അടക്കം ഇന്ന് ക്ലാസ് ഉണ്ട്. സോ മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് എനിക്ക് ഗേറ്റ് തുറന്നു കൊടുക്കണം 6 മണിയാകുമ്പോൾ. സോ അതൊക്കെ ചെയ്യാം. നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ദോശ ശരിയായതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ ഞാൻ ഇരുന്ന് എഴുതിക്കൊണ്ടിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഫാർമക്കോളജി ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സമയം പോയി അറിയില്ല. എനിക്കിന്ന് 10 മണിക്കാണ് ക്ലാസ്. നമ്മളിപ്പം 8 മണിയൊക്കെ കഴിഞ്ഞു. നമ്മളത് ഇതൊക്കെ റെഡിയാക്കി ഉച്ചയ്ക്കത്തുള്ള ചോറുമായിട്ട് വേണം പോകാൻ. അപ്പോൾ അതും കൂടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഇവിടുന്ന് തന്നെ കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. ദോശയും ശരിയായി, സമയം ശരിയാവുന്നുണ്ട്. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ റെഡിയായി. ഇനി കോളേജിലോട്ട് പോകണം. ഇപ്പോൾ ഏകദേശം 9:45. അപ്പോൾ നമുക്ക് കോളേജിലേക്ക് പോകാം. ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് റെഡിയായി. സോ അപ്പം കോളേജിലേക്ക് പോകാം. എൻ്റെ ബേണ്ടൊക്കെ ഇട്ടെടുത്ത് ഞാൻ പോവാം. ഇന്ന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. പോയിട്ട് വരാം കുട്ടീസ്. ഹായ് ഗൈസ്, ഞാൻ കോളേജിൽ നിന്ന് തിരിച്ചു വന്നു. ഇപ്പോൾ ഏകദേശം 3:30 ആയി. ഞാൻ 3 മണിയൊക്കെ ആയപ്പോൾ വന്നു. ഞങ്ങളെ കുറച്ച് നേരത്തെ ഒരു 10 മിനിറ്റ് മുമ്പ് വിട്ടു. ഞങ്ങൾക്കിന്ന് ഫാർമക്കോളജി ആയിരുന്നു പ്രാക്ടിക്കൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് വിട്ടു. പക്ഷേ ഗൈസ്, ഞാൻ ഒരു കാര്യം പറയട്ടെ, നല്ല ചൂടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് നേരെ വന്നു പോയി കുളിച്ചത്. കാരണം ഭയങ്കര ചൂടെന്ന് വെച്ചാൽ വെയിലടിച്ചിട്ടിങ്ങനെ പൊള്ളുന്നു. കുടയൊക്കെ പിടിച്ചോണ്ടാണ് വരുന്നത്. പക്ഷേ ദേഹത്ത് ഇപ്പോൾ ബാക്കിൽ വെയിലടിക്കുന്ന ചെറുതായിട്ടിങ്ങനെ അടിക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പൊള്ളുന്ന പോലെ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ വിയർത്തോണ്ട് ഞാൻ നേരെ വന്ന് കുളിച്ചു. ഇനി ഒരു കുപ്പി വെള്ളം കുടിക്കണം. വെള്ളം കോളേജിൽ കുടിക്കുന്നുണ്ട്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കുന്നുണ്ട്. പക്ഷേ പറ്റുന്നില്ല, ഭയങ്കര ഡീഹൈഡ്രേഷൻ പോലെ. സോ അത് കുടിക്കണം. പിന്നെ എനിക്ക് ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യണം, അതൊക്കെയാണ് ഇനി പരിപാടി. സോ നമ്മുടെ പരിപാടികളിലേക്ക് കിടക്കാം. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞില്ലായിരുന്നോ, ഞങ്ങളെ ഒരു ട്രിപ്പിന് എഡ്യൂക്കേഷണൽ ടൂർ പോലെ ഡയറി പ്ലാനിൽ കൊണ്ടുപോകുന്നുണ്ടെന്ന്. അത് കൊണ്ടുപോകുന്നില്ല, എന്തോ സാങ്കേതിക തകരാറെന്നൊക്കെ പറഞ്ഞ് അവർ ഇട്ടേക്കുന്നു. എന്തായാലും ഞങ്ങൾക്ക് നല്ല ഭാഗ്യമായതുകൊണ്ട് ഞങ്ങളെ കൊണ്ടുപോയില്ല ഗൈസ്. അപ്പോൾ ഞാൻ എഡിറ്റൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ കുറച്ച് നേരം കിടന്നിരുന്നു. ഈ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സമയം നോക്കത്തില്ല. ഇരുന്ന് ഇപ്പം ഇത് കട്ട് ചെയ്യുന്നതും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഫോണിൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ചില സമയത്ത് ഇപ്പം ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വരും, ഇങ്ങനെ ഇരുന്ന് കുത്തിയിരുന്ന് ചെയ്യുമ്പം. പിന്നെ നമ്മുടെ ആവശ്യമാണ്, നമ്മൾ ചെയ്തല്ലേ പറ്റുക. സോ അങ്ങനെ ചെയ്തു. ഇനി ഈ വീഡിയോ കൂടെ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. ഞാൻ ഈ ഒരുമിച്ചിരുന്ന് ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം ഇതാണ്. ഒരുമിച്ചിരുന്ന് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ദേഷ്യം വരും. ആദ്യം തൊട്ടിരുന്ന് ഓരോന്നും ചെയ്യുന്നത്. എടുക്കുന്ന അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. സോ ഇനി എനിക്ക് വലിയ പരിപാടികളൊന്നുമില്ല. ഇന്ന് തിങ്കളാഴ്ച ആയിരുന്നിട്ടും അത്ര വലിയ ബിസി പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ രാവിലെ ഇവിടെ വന്നപ്പോൾ ഓണർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ വേസ്റ്റ് ഒരു ബക്കറ്റിലാണ് വെക്കുന്നത്. അതൊക്കെ വേസ്റ്റ് വേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഞാനും എൻ്റെ അപ്പുറത്തെ റൂമിലെ കുട്ടിയും കൂടെയൊക്കെയാണ് വേസ്റ്റ് കൊണ്ട് കളയൊക്കെ ചെയ്തത്. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇങ്ങനെ ഉത്തരവാദിത്വത്തോടെ ഓരോന്ന് ചെയ്യാനായിട്ട്. സോ ഇനി ചായ ഇടണം, പ്രാർത്ഥിക്കണം. എനിക്ക് കുറച്ച് മാനുവൽസ് ഗ്രാഫ് വരയ്ക്കാനുണ്ട്, എക്സ്റ്റൻഷൻ്റെ 2-3 ഗ്രാഫൊക്കെ വരയ്ക്കാനുണ്ട്. അത്രയൊക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഞാൻ 2 ലാംഗ്വേജ് ഒരു പുതിയൊരു ഇതെന്നുള്ള രീതിയിൽ എനിക്കൊരു പുതിയ ലാംഗ്വേജ് പഠിക്കണം എന്നുണ്ട്. എനിക്ക് ആക്ച്വലി തമിഴ് പറയാനും സംസാരിക്കാനൊക്കെ ഏകദേശം അറിയാം. പക്ഷെ ചില വാക്കുകളൊന്നും അറിയില്ല. പക്ഷെ എങ്കിലും എഴുതാനും വായിക്കാനും ഒഴിച്ച് സംസാരിക്കാൻ അത്യാവശ്യം പിടിച്ചിരിക്കാനുള്ള തമിഴ് എനിക്കറിയാം. ഞാനപ്പോൾ 3 ഭാഷകൾ ഇങ്ങനെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് തെലുങ്ക്, തമിഴ്, പിന്നെ സ്പാനിഷ്. ഒരു ഇൻ്റർനാഷണൽ ഭാഷ ഇങ്ങനെ നോക്കി വന്നപ്പോൾ എനിക്ക് സ്പാനിഷ് പഠിക്കണമെന്ന് തോന്നി. പക്ഷെ അത് പ്രോപ്പറായിട്ടുള്ളൊരു നമുക്കൊരു
ടീച്ചറോ അല്ലെങ്കിൽ ഗൈഡൊന്നും ഇല്ലാതെ സ്പാനിഷ് പഠിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. സോ നോക്കാം, അതൊക്കെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നാട്ടിൽ പോയിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ അത് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇന്നിങ്ങനെ ചിന്തിച്ച് വെച്ചിട്ടുണ്ട് ഓരോന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് എൻ്റെ 20th ഡേ ഓഫ് ചലഞ്ചായിരുന്നു. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇന്ന് ചെയ്യാനില്ലായിരുന്നു. കോളേജിൽ പോയി തിരിച്ച് വന്നു, വീഡിയോ എഡിറ്റ് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ചായ കുടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. ചെറിയ ചെറിയ എല്ലാ ദിവസത്തെയും സെയിം റൊട്ടീൻ. സോ ഇന്നത്തേക്ക് വീഡിയോ ഇത്രേ ഉള്ളൂ. സോ നാളെ എൻ്റെ 21st ഡേ ആയിരിക്കും. സോ വളരെ സന്തോഷം. 21 ദിവസമൊക്കെ നമ്മളിത് ചെയ്തില്ലേ. ഇനി എനിക്ക് തോന്നുന്നു 30 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ 21ാമത്തെ ദിവസമാണ് നാളെ. സോ യാ, ഐ എം ഫീലിംഗ് സോ ഗ്രേറ്റ്ഫുൾ. സോ നാളെ 21ാമത്തെ ദിവസത്തെ വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ ഗൈസ്. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നാളത്തെ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.